ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. യാക്കോബ് ലേഖനം 4:17. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സ്ലീഹക്കാലം 3-ാം ഞായറാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. നല്ല സമരിയാക്കാരന്റെ ഉപമ. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ കൽക്കട്ടായുടെ തെരുവീഥികളിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. മരണത്തോട് മല്ലടിച്ച് ബോധമില്ലാതെ മുറിവുകളാൽ വ്രണപ്പെട്ട് അർത്ഥപ്രാണനായി മുറിവുകളിൽ പുഴുക്കളരിച്ച് മരണത്തോട് മല്ലടിക്കുന്ന ഒരു പ്രായമായ മനുഷ്യനെ ഈ അമ്മ കാണുകയാണ്. അമ്മ കണ്ടയുടനെ ആ മനുഷ്യനെ വാരിപ്പുണർന്ന് അമ്മ തന്റെ ആതുരാലയത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി ആ മനുഷ്യനെ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്റെ മടിയിൽ കിടത്തി ആ മനുഷ്യന്റെ മുറിവുകൾ വെച്ചുകെട്ടി ഉണക്കുകയാണ്. ഇപ്രകാരം മുറിവുകൾ വെച്ചുകെട്ടി ശുശ്രൂഷിക്കുന്ന നിമിഷം ആ മനുഷ്യൻ പതുക്കെ കണ്ണു തുറന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മരണമടയുകയാണ്: ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. ഇപ്രകാരം മറ്റുള്ളവർക്ക് നമ്മിൽ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കണമെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഈ വചനഭാഗം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജന്റെ ചോദ്യത്തില് ഉപമയിലൂടെ യേശു നൽകുന്ന ഉത്തരം എങ്ങനെ ഒരു യഥാർത്ഥ അയൽക്കാരനായി തീരാമെന്നുള്ളതാണ്. ആപത്തിൽ കരുണ കാണിക്കുന്നവനാണ് അയൽക്കാരൻ. ഈശ്വരനെ സേവിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് സഹോദരന്റെ വേദനയിലേക്ക് ഇറങ്ങുകയാണ് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരും സഹോദരങ്ങൾ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചാക്രി ലേഖനത്തിൽ മാർപ്പാപ്പ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ നല്ല സമരിയാക്കാരന്റെ ഉപമയെ ചുറ്റിപ്പറ്റിയാണ്. പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: മുറിവേറ്റ ആ യഹൂദനെ സഹായിക്കുന്നത് അവന്റെ ശത്രുവായ സമരിയാക്കാരനാണ്. കാരണം മുറിവേറ്റ് കിടക്കുന്നവൻ തന്റെ സഹോദരനാണെന്ന് അവന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നാം എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ് എന്നുള്ള ആ ചിന്ത വളർത്തിയെടുക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സ്വന്തമാക്കേണ്ട നല്ല സമരിയാക്കാരന്റെ 4 മനോഭാവങ്ങളെ കുറിച്ച് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ അവൻ കണ്ടു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവന്റെ മനസ്സലിഞ്ഞു. മൂന്നാമതായിട്ട് അടുത്തു ചെന്ന് മുറിവുകൾ വെച്ച് കെട്ടി. നാലാമതായി സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. ഇപ്രകാരം ദൈവം നമുക്ക് ദാനമായി നൽകിയ നമ്മുടെ ആരോഗ്യവും കഴിവും സമ്പത്തും സമയവുമെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെക്കുമ്പോൾ എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നുള്ള ഈശോയുടെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റുകയാണ്. വിശുദ്ധ ആൻസലം ഈ ഉപമയെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത്: അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ ആദിമ പാപം മൂലം ആത്മാവ് മുറിയപ്പെട്ട മനുഷ്യരുടെ പ്രതീകമാണ്. പുരോഹിതനും ലേവായനും എന്നത് രക്ഷിക്കുവാൻ കഴിയാത്ത പഴയ നിയമ യഹൂദ മതത്തെ സൂചിപ്പിക്കുന്നു. സമരിയാക്കാരൻ രക്ഷകനായി കടന്നു വന്ന ക്രിസ്തുവാണ്. എണ്ണയും വീഞ്ഞും ക്രിസ്തു തന്റെ തിരുശരീര രക്തങ്ങളാൽ കൊണ്ട് നമ്മെ ജീവിപ്പിക്കുന്നതിന്റെ സൂചനയും സത്രം എന്ന് പറയുന്നത് കത്തോലിക്ക തിരുസഭയുമാണ്. സത്രം സൂക്ഷിപ്പുകാരൻ മറ്റാരുമല്ല, അത് പരിശുദ്ധാത്മാവാണ്. 2 ധനാറ എന്ന് പറയുന്നത് തിരുവചനവും കൂദാശകളുമാണ്. തിരിച്ചുവരവെന്ന് പറയുന്നത് ഈശോയുടെ 2ാമത്തെ ആഗമനമാണ്. അതുവരെയും നമ്മെ സഭയിൽ സുരക്ഷിതരായി വചനത്താലും കൂദാശകളാലും സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സഹായകനായ പരിശുദ്ധാത്മാവിനെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. കരുണയുടെ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള അന്ത്യവിധിയുടെ മാനദണ്ഡങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് നാം വായിക്കണം. വിശക്കുന്നവനും ദാഹിക്കുന്നവനും പരദേശിയും നഗ്നനും കാരാഗ്രഹത്തിൽ കഴിയുന്നവരുമാണ് ഈ മുറിവേറ്റവനെന്ന് നാം ഒരിക്കലും മറന്നുപോകരുത്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള പാത ഇന്ന് കടന്നു പോകുന്നത് നമ്മുടെ വീട്ട് പടിക്കൽ കൂടിയാണ്. ഒരുപക്ഷെ നാം ദേവാലയത്തിലേക്ക് പോകുന്ന വഴികളാവാം, നാം ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയാവാം. അത് ആ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ പീഡിതന്റെയും രോഗിയുടെയും മുറിവുകൾ കാണുവാനും കാതുകൾക്ക് മർദ്ദിതന്റെ നിലവിളി കേൾക്കുവാനും നമ്മുടെ ഹൃദയത്തിന് വീണ് കിടക്കുന്നവരോട് അനുകമ്പ തോന്നുവാനും നമ്മുടെ കൈവശമുള്ള സമ്പാദ്യം അവന് അപരന് ലേപനമായി മാറ്റുവാനും നമ്മുടെ വിലയേറിയ സമയം അവരുമായി പങ്കുവയ്ക്കുവാനും നമ്മുടെ കഴുതപ്പുറത്ത് അവനെ ഇരുത്തുവാനും
അങ്ങനെ നല്ല അയൽക്കാരനായി സഹോദര സ്നേഹത്തിലൂടെ ദൈവസ്നേഹത്തിലേക്ക് വളരുന്നവരായി നമുക്ക് മാറാം. ഇപ്രകാരം ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീർന്ന് നിത്യജീവന് അവകാശികളായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.